ഹലോ. ഞാൻ ആ പയ്യനെ കൊന്നിട്ട് എന്റെ മോളെ പിടിച്ചോണ്ട് വരാം. അവൻ അവളെ കെട്ടുമോ? എടാ, പാതിരാത്രിയിലാണോ ഇതൊക്കെ പറയുന്നത്? കിടന്ന് ഉറങ്ങാൻ നോക്ക്. നിന്റെ മോൻ അവളെ കെട്ടുമോ അതോ ഇല്ലയോ? എടാ സൂര്യ, നമ്മൾ ഒന്നല്ലേ? അപ്പോഴും ഞാൻ എന്തു പറഞ്ഞു? അത് തന്നെ എനിക്ക് ഇപ്പോഴും പറയാനുള്ളൂ. നിന്റെ മോളെ മരുമകളാക്കാൻ എപ്പോഴും ഞാൻ ഒരുക്കമാടാ. അത് മതിടാ. അവന് ആദ്യം DCP ഒതുക്കണം. പണി വന്നല്ലോ. എന്തായാലും വന്ന ഉടനെ തിരിച്ചു പോന്നേ. വാന്നേ, നമുക്ക് ഫ്ലാറ്റിലേക്ക് പോവാം. എടാ അളിയാ, നിന്റെ ഭാര്യ ശരിയല്ലടാ. നിന്നെ കാണാൻ വന്നപ്പോ ഇറങ്ങി പോകാൻ പറഞ്ഞു. അത് മാത്രമല്ല, ഇവനെ കഷണ്ടി തലയാന്ന് വിളിച്ചളിയാ. നിന്നെ കഷണ്ടി തലാന്ന് വിളിച്ചു. നിന്നെ കഷണ്ടി തലാന്ന് വിളിച്ചോന്ന്. മതി. എന്റെ ഫ്രണ്ട്സിനോട് എന്താ പറഞ്ഞേ? പുറത്തു പോകാൻ പറഞ്ഞു. എന്തിനാ അങ്ങനെ പറഞ്ഞേ? നമ്മൾ രണ്ടുപേരും ചേർന്നുണ്ടാക്കിയ എഗ്രിമെന്റ് അങ്ങനെ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു. അത് പറയാൻ നീ ആരാ? എന്ത് അധികാരത്തിന്റെ പേരിലാ നീ ഇങ്ങനെ പറഞ്ഞു? അവരെന്റെ ഫ്രണ്ട്സാ. അവരെ പറഞ്ഞു വേണ്ട ഞാനാ. എന്താ നീ എന്നോട് പറയാഞ്ഞേ? പുറത്ത് പോടാ. പോടാ. മധു പറഞ്ഞ കേട്ടില്ലേ? ഒരു തവണ പറഞ്ഞ മനസ്സിലാവില്ല. പോടാ, വിട്ട് പോടാ. ചെല്ലേ. മധു, താഴെ വെച്ച് പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലായില്ല. അല്ലെങ്കിൽ മര്യാദക്ക് പറഞ്ഞവർക്ക് മനസ്സിലാവില്ല. അതുകൊണ്ടല്ലേ ഞാൻ മോളി വിളിച്ചിട്ട് ഇത്രയും ഡോസ് കൊടുത്തത്. അമ്മമാർക്ക് നാണവും മാനവും മര്യാദയൊന്നും അറിയില്ലാന്നേ. വായി നോക്കികള്. അതിന് താനും തന്നെ കരയുന്നത്. എടാ കൊലദ്രോഹി, നിനക്ക് ഡൈവോഴ്സ് കിട്ടാൻ നിന്റെ ജീവിതം നാഗണ്ട കഞ്ഞായി പോടാ. മരമാക്രി ഇവിടെ നിൽക്കുന്നത് ഞാൻ കണ്ടില്ല. ഞാൻ കണ്ടു. എന്നിട്ടാണോ പറയാഞ്ഞേ? തന്റെ സ്വഭാവം എനിക്കല്ലേ അറിയൂ. അവര് കൂടെ അറിയട്ടെ എന്ന് കരുതി. നല്ല ക്ഷീണം കാണും. ഇന്ന തിന്നോ. നീ പാചകം പഠിച്ച് വേസ്റ്റ് ആക്കിയത് കൊടിച്ചപ്പെട്ടി പോലും തിന്നില്ല. അതുകൊണ്ടല്ലേ നിനക്ക് തന്നെ തന്നത്. 4 ചിക്കൻ പീസ്. എന്താടാ ഇത്? എന്ത് പറ്റി സാർ? അങ്ങോട്ട് നോക്ക്. നിന്റെ ഭാര്യ എന്തിനാണ് വിളിച്ച് ഇവിടെ കൊണ്ടുവന്നിരുത്തിരിക്കുന്നത്? എന്നാ പിസ്സ ഡെലിവറിക്ക് കൂടെ കൊണ്ടുപോകും. അത് ഞാൻ നോക്കിക്കോളാം. എന്തിനാ ഇങ്ങോട്ട് വന്നേ? വീട്ടിൽ വെച്ചുള്ള ഉപദ്രവൊന്നും പോരെ? ഹലോ സ്റ്റോപ്പ് ഇറ്റ്. ആ DCP വരാൻ പറഞ്ഞോണ്ടാ ഞാൻ വന്നത്. എന്തിനാണ് എപ്പോഴും DCP എന്ന് പറയുന്നത്? DCP സാറിനെ വിളിക്കേണ്ടത്. അദ്ദേഹം ഉള്ളതുകൊണ്ടല്ലേ നമ്മുടെ ലൈഫ് ഇങ്ങനെ ഹാപ്പി ആയിട്ട് പോകുന്നത്. സാറിന് 100 ആയി സാർ. വാ സാർ, ഇരിക്കെ. സാറിന്റെ കാര്യം ഞങ്ങൾ തന്നെ പറഞ്ഞോണ്ടിരുന്നത്. സാറിന് കഴിക്കാൻ പിസ്സ എടുക്കട്ടെ? പിസ്സ? നിങ്ങളോട് ഒരു ഇമ്പോർട്ടന്റ് മാറ്റർ പറയാൻ വേണ്ടി ഞാൻ വന്നത്. നിന്റെ ഡാഡിക്ക് എന്നോടുള്ള സ്നേഹം കൊണ്ട് ഡൽഹിക്ക് ട്രാൻസ്ഫർ ചെയ്തു. സാർ, എന്തിനാ സാർ ഞങ്ങളെല്ലാം വിട്ട് ഇത്ര പെട്ടെന്ന് ഇവിടുന്ന് പോകുന്നത്? ഡോണ്ട് വറി മാൻ, ഡോണ്ട് വറി. ഞാൻ വേഗം ഇങ്ങ് തിരിച്ചു വരില്ലേ? ഞാൻ വരുന്നത് വരെ നിങ്ങൾ കെയർഫുൾ ആയിരിക്കണം. വെരി കെയർഫുൾ. എനി ടൈം എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ എനി ടൈം എനിക്ക് ഫോൺ ചെയ്യണം. എനി ടൈം. താൻ തിരിച്ചു വരുമ്പോഴേക്കും എന്റെ 16 അടി എന്തിനും വരെ കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ. Okay, my beautiful roses. Yes. Okay, sir. Bye. Bye. മധു, ഞാൻ ആ വഴിക്കാ പോകുന്നത്. Can I drop you? സാർ ബുദ്ധിമുട്ടുണ്ടാ? ഞാൻ അവളെ ഡ്രോപ്പ് ചെയ്തോളാം സാർ. Oh, that bike. Romance. Good. Okay, sir. Bye. എന്താ ഇതിന്റെ പേരിൽ നിനക്കെന്നെ ബൈക്കിൽ കൊണ്ടുപോകുന്നാണോ വിചാരം? നിന്റെ മോഹം അങ്ങ് മനസ്സിരിക്കട്ടെ മോളെ. ഓസിന് അങ്ങനെ AC കാറിൽ കയറി പോകാന്ന് കരുതിയല്ലേ? കാശ് കൊടുത്ത് ബസ്സിൽ കയറി പോടി മോളെ. മധു, ഫീൽ ചെയ്തോ? അകത്ത് ചീഞ്ഞ പിസ്സ ഇരിപ്പുണ്ട്. എടുത്തോണ്ട് പോടി. ലേഡീസ്, നമസ്തേ സാർ. എന്താ സാർ നിങ്ങൾ എന്തായി കാണിക്കുന്നത്? ഞങ്ങൾ ആരാന്ന് നിങ്ങൾക്ക് അറിയോ? ഞങ്ങൾ സൂര്യനാരായണന്റെ ആൾക്കാരാ. ഓ അങ്ങനെയാണ്. ഇത് നിന്റെയൊക്കെ തന്ത സമ്പാദിച്ച സ്ഥലമാണെന്ന് ചെന്ന് പറയടാ അവനോട്. നമ്മുടെ കാന്തമ്മ ഇവിടെ ഇല്ലെന്ന് തോന്നുന്നല്ലോ. ഹായ് സോഫ. ടൈം എത്രയായി? 10:15. കാന്തമ്മ ഇതുവരെ കണ്ടില്ലല്ലോ. എവിടെ പോയി കിടക്കുന്നു? ഞാൻ വരുന്നത് വരെ നിങ്ങൾ കെയർഫുൾ ആയിരിക്കണം. വെരി കെയർഫുൾ.
വാച്ച്മാൻ മധുമതി എന്ന പേരുള്ള തേർഡ് ഇയർ സ്റ്റുഡന്റോട് വന്നിരുന്നു. അങ്ങനെ ഒരാൾ ഇവിടെ വന്നിട്ടില്ലല്ലോ. ഇത്ര ലേറ്റ് ആയിട്ട് അവളെ കാണാനില്ലല്ലോ. ഇനി എവിടെ പോയോ എന്തോ. ആരാ? മധുമതി എവിടാ? നിങ്ങളാരാ? മര്യാദയ്ക്ക് മധുമതി എവിടെ ഉണ്ടെന്ന് പറയുന്ന നിനക്ക് നല്ലത്. ഇപ്പൊ മധു എവിടെയാന്ന് എനിക്കറിയില്ല. ഇനി അറിയാമെങ്കിലും പറയാൻ മനസ്സ് അറിയിക്കാൻ പറ്റുമോ? ഞങ്ങൾ നോക്കട്ടാ. എവിടെ പോയി തിരക്കാനാ? മനസ്സിനൊരു സമാധാനം കിട്ടുന്നില്ല. നീ എവിടെ പോയിരുന്നു? അത് നീ അറിയേണ്ട കാര്യമില്ല. അറിയണം. ഇത് വീടോ ലോഡ്ജോ? നിന്റെ ഇഷ്ടം പോലെ ഇറങ്ങി നടക്കാൻ ഞാൻ എത്ര ടെൻഷൻ അടിച്ചു നിനക്കറിയോ? നിനക്ക് എന്തെങ്കിലും സംഭവിച്ച ആർക്കാണ് റെസ്പോൺസിബിലിറ്റി? നിന്റെ വീട്ടിലായിരുന്നു ഇങ്ങനെ ചെയ്യുമായിരുന്നോ? പറയടി, നിന്റെ വീട്ടിലായിരുന്നു ഇങ്ങനെ ചെയ്യുമായിരുന്നു? പോരാഞ്ഞിട്ട് നിന്റെ അച്ഛൻ എന്നെ കൊല്ലാൻ വേണ്ടി റൗഡികളെ പറഞ്ഞു വിട്ടിരിക്കുന്നു. വേണ്ട, ഞാൻ ഈ തലവേദനത്തോട് തീർക്കാൻ പോവാ. ഇപ്പഴേ നിന്റെ അച്ഛനടുത്ത് നിന്ന് എനിക്ക് നിങ്ങളുടെ മോളുമായി യാതൊരു ബന്ധുവില്ലെന്ന് ഞാൻ പറയാൻ പോവാ. അപ്പോഴേ നീ പഠിക്കും. പോകരുത്. പ്രിയയുടെ ചേട്ടന്റെ കയ്യില് എന്റെ ഫീസിന് വേണ്ടി സ്വർണം വിൽക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവര് വെയിറ്റ് ചെയ്തതുകൊണ്ട് ഞാൻ ലേറ്റ് ആയത്. സോറി. ഇനി ഒരിക്കലും ഇങ്ങനൊന്നും ഉണ്ടാകാതെ ഞാൻ ശ്രദ്ധിച്ചോളാം. ഇനി ഞാൻ എങ്ങോട്ടാണെങ്കിലും പറഞ്ഞിട്ടേ പോവുള്ളൂ. പ്ലീസ് പ്ലീസ്. ഓക്കെ.